കണ്ണൂർ അഴീക്കോട് പടക്കം ഉപയോഗിച്ച് കളിക്കുന്നതിനിടയിൽ 8 വയസ്സുകാരന് ദാരുണാന്ത്യം. പുന്നക്കപ്പാറ സ്വദേശി അമാനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 2 കുട്ടികൾ പരിക്കേറ്റപ്പോൾ ചികിത്സയിലാണുള്ളത്. പടക്കത്തിന്റെ അവശിഷ്ടങ്ങൾ ശേഖരിച്ച് കളിക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു. Playing with firecrackers and this firecrackers, they were trying to do some activities on that. One of the stone, they were trying to burst this fire, and one boy by the name of Aman, he got severely injured and he was declared brought dead at the government hospital Kannur. The other boy, Salman, is undergoing treatment at Shri Chand hospital, but his condition is stable. No other injuries are reported as of now, and further investigation is going on, but so far we have prima facie not found any foul play in this. It was just kids playing with the firecrackers and something went wrong. Bad day for Amal. We are investigating that thing also. As in of when we will get the information about that, we will reveal that also. അർജുൻ കല്യാട ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അർജുൻ, കുഞ്ഞുങ്ങളാണ്, അത്രയേറെ നിഷ്കളങ്കതയോടുകൂടി അവർ കളിക്കുന്നതിന് വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയാണ്. പക്ഷെ ദാരുണമായൊരു സംഭവം നടന്നിരിക്കുന്നു, ഒരു മരണം സംഭവിച്ചു. നമുക്കറിയേണ്ടത് ഈ പടക്കത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഈ സാധനങ്ങൾ ഈ കുട്ടികളുടെ കയ്യിൽ എങ്ങനെ വന്നു, എന്താണ് പോലീസ് സംശയിക്കുന്നത്? ഇപ്പോൾ ഒരു മരണം സംഭവിച്ചു, 2 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് അർജുൻ? ഷിഹാസ, തീർച്ചയായിട്ടും ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. കണ്ണൂർ അഴീക്കോട് പുന്നക്കപ്പാറയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഉച്ചയോടുകൂടി കുട്ടികളെല്ലാം കളിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനൊരു അപകടം നടക്കുന്നത്. തൊട്ടടുത്ത് ഒരു ഗ്രൗണ്ടുണ്ട്, അവിടെയുള്ളൊരു പള്ളി, പുന്നക്കപ്പാറയിലൊരു പള്ളിക്ക് സമീപത്ത് തന്നെയുള്ളൊരു ഗ്രൗണ്ടുണ്ട്. അവിടെ എല്ലാ സമയവും കുട്ടികൾ കളിക്കുകയും അത്തരത്തിൽ ഒരു വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. അവിടെ ഈ കുട്ടികളെല്ലാം ചേർന്ന് ഈ പടക്കത്തിൻ്റെ അവശിഷ്ടം എവിടെ നിന്നോ ശേഖരിച്ച് ഇവിടത്തേക്ക് എത്തുകയും നമ്മൾ ഈ ആഘോഷത്തിനൊക്കെ ഉപയോഗിക്കുന്ന പോപ്പർ, ആ പോപ്പറിൻ്റെ കുറ്റി മാത്രമാണ് അവിടെ നിന്ന് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നിറച്ച് ഏതെങ്കിലും തരം തീ കൊളുക്കുകയോ അല്ലെങ്കിൽ ഇതിങ്ങനെ കുത്തി നിറയ്ക്കുന്നതിനിടയിൽ സ്ഫോടനം സംഭവിച്ചതോ അങ്ങനെ എന്തുമാവാം എന്നുള്ളതാണ് പോലീസ് അതുപോലെ തന്നെ ഫോറൻസിക്കും ഒക്കെ പ്രാഥമികമായി ഇത് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ സ്ഫോടനം സംഭവിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഉബൈദ് ബീവാൻ എന്ന് പറയുന്ന ഒരാളുടെ മകൻ അമാൻ, 9 വയസ്സുകാരനാണ്. 9 വയസ്സ് ഗുരുതരമായി മുഖത്താണ് ഈ പറയുന്ന സ്ഫോടനം ഏൽക്കുന്നത്. അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. എന്തായാലും അമാൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. മറ്റ് 2 കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒന്ന് സൽമാൻ, അതുപോലെ തന്നെ മറ്റൊരു കുട്ടി. അങ്ങനെ 2 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ഏറ്റവും പ്രധാനമായി ഈ കുട്ടികൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചെടുത്തത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടത് യൂട്യൂബിൽ നിന്നാണ് എന്നുള്ള ഒരു സംശയം കൂടി ഇപ്പോൾ എന്തായാലും പ്രദേശവാസികളും കുടുംബാംഗങ്ങളുമെല്ലാം തന്നെ പങ്കുവെക്കുന്നുണ്ട്. വളരെ അപകടകരമായ ഇത്തരം വീഡിയോകൾ യൂട്യൂബിലും കാര്യങ്ങളിലുമൊക്കെ കാണുമ്പോൾ കുട്ടികൾ ഇത്തരത്തിൽ അത് അനുകരിക്കാൻ ശ്രമിക്കുന്നത് പലയിടങ്ങളിലും വലിയ അപകടങ്ങൾക്ക് വഴിവെച്ചത് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോൾ വളപട്ടണം പോലീസ് അതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് എവിടെ നിന്നാണ് പടക്കം ലഭിച്ചത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പടക്കത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവർക്ക് കിട്ടിയത് എന്നുള്ളതാണ് പ്രധാനമായ ഒരു ചോദ്യം. പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ UDFൻ്റെ ഇന്ന് സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ പലയിടങ്ങളിൽ നടന്നിരുന്നു. അപ്പോൾ അവിടെ പൊട്ടിച്ച പടക്കത്തിൻ്റെ അവശിഷ്ടങ്ങളാണോ കുട്ടികൾ ശേഖരിച്ചത്, അല്ലെങ്കിൽ നേരത്തെ തന്നെ അവർ ശേഖരിച്ചു വെച്ച പടക്കങ്ങൾ ഇത്തരത്തിൽ ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് എന്തായാലും അന്വേഷണം നടത്തുന്നുണ്ട്. ആ കാര്യങ്ങളിൽ ഇപ്പോൾ എന്തായാലും ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവിക മരണത്തിന് കേസെടുത്തുകൊണ്ട് വളപട്ടണം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ദുരൂഹതകൾ, സ്ഫോടന വസ്തുക്കളോ അല്ലെങ്കിൽ ബോംബോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലുണ്ട്. ഈ പടക്കം പൊട്ടി തന്നെയാണ് കുട്ടികൾ മരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കുട്ടി മരിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത പോലീസിനുണ്ട്. എന്തായാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാരുണമായിട്ടുള്ള ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കണ്ണൂർ അഴീക്കോട് പുന്നക്കപ്പാറയിൽ ഇന്ന് നടന്നത്. ശരി അർജുന, അപ്പോൾ ഈ ഇലക്ഷന്റെ പരാജയം, ഇലക്ഷന്റെ വിജയമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ ആഘോഷ പരിപാടികൾ, പടക്കം പൊട്ടിക്കലൊക്കെ നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ അത്തരത്തിലാണോ ഈ കുട്ടികളുടെ കയ്യിലേക്ക് ഈ പടക്കത്തിന്റെ അവശിഷ്ടങ്ങൾ എത്തിയത് എന്നുള്ളതാണ് അറിയേണ്ടത്.